this event. Being a very big fan of Iman sir, என்னோட நிறைய படத்தில் ரெஃபரன்ஸ் உங்களோட நான் எடுத்திருக்கேன். நிறைய சாங்ஸ், பேக்ரவுண்ட் ஸ்கோர், நேட்டிவிட்டி எப்படி இமோஷன்ஸில் கலர்த்தது. இட்ஸ் எ வெரி குட் எக்ஸாம்பிள். யூ ஆர் தி ஒன்லி எக்ஸாம்பிள். இப்போ என்னோட மாளிகைப்புறம், சுமதியோட எல்லாத்துலையுமே ஸ்கோர் பண்ணும்போது உங்களோட சாங்ஸ் எல்லாம் எனக்கு ரொம்ப ஹெல்ப்ஃபுல்லாக இருந்தது ആക്ച്വലി. ഗുഡ് ഈവനിങ് മൻസാർ, ചിമയി മാം, അതുപോലെ തന്നെ മൂവിയിലെ മറ്റ് ടെക്നിക്കൽ സൈഡിൽ നിന്നും ആർട്ടിസ്റ്റ് സൈഡിൽ നിന്നും പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് മറ്റ് വിശിഷ്ടാതിഥികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വടം എന്ന സിനിമ ഇപ്പോൾ ട്രെയിലർ കണ്ടു. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കിടിലൻ മാസ് മൂവി ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ശരിക്കും ഈ സിനിമയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്രവീണും രഞ്ജനൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് സിനിമയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. അവരൊക്കെ പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മലയാളം തമിഴ് എന്നൊരു വ്യത്യസ്തമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സിനിമകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ ഏത് സിനിമ എടുത്താലും അത് തമിഴിലും റിലീസ് ചെയ്യുന്നു, തമിഴിൽ ഏതെടുത്താലും മലയാളത്തിൽ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സൗഹൃദം മുമ്പോട്ട് കൊണ്ടുപോകുന്ന രണ്ട് ഇൻഡസ്ട്രിയാണ് മലയാളവും തമിഴും. അപ്പോൾ ഇങ്ങനെ ഒരു പടം, ഇങ്ങനെ ഒരു സിനിമ ഇതുപോലത്തെ ഈ കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ച തീരുമാനങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഏതായാലും ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമിഴ് സിനിമയ്ക്ക് എന്നും ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു നാടാണ്. ഒരുപക്ഷെ ഏതൊരു ഭാഷയെക്കാട്ടിലും മലയാളികൾ സ്നേഹിച്ചിട്ടുള്ള ഒരു അന്യഭാഷ സിനിമ മേഖലയാണ് തമിഴ് സിനിമ. ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ആസ് എ ഡയറക്ടർ എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളിലൊന്ന് തമിഴ് സിനിമകളാണ്. ഓഫ് കോഴ്സ് മലയാള സൂപ്പർ സ്റ്റാറുകളെ പോലെയോ അതിൽ കൂടുതലോ ഒരുപക്ഷെ അതിനോടൊപ്പമോ ഒക്കെ ആരാധിച്ചിരുന്ന ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ നോക്കിക്കണ്ട, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു ക്രേസൊക്കെ ഉടലെടുത്തിട്ടുള്ള ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഭാഷയിൽ നിന്നൊരു സിനിമ മലയാളത്തിലേക്ക് വരുമ്പോൾ രജിൻ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. ടാലൻറ്റിൻ്റെ അതിപ്രസരമുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ് ടു ബി ഹിയർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഐ ഡോണ്ട് നോ, ബിഗ് ഫാൻ ഓഫ് യു സർ, ബിഗ് ഫാൻ ഓഫ് യു മാം. And you know that, you are, you've got huge fan base around the country. When I go to Mumbai for shoots and all, they talk about your songs, and so glad to be here. And we have our famous music director here. Malayalam cinema pillar ഒരാളുടെ ഇതിപ്പുണ്ട്. നമസ്കാരം. ഒരു പ്രവീണൻ പറഞ്ഞതുപോലെ തമിഴ് സിനിമ മലയാളികൾ എന്നും മലയാള സിനിമയുടെ കൂടെ നെഞ്ചിലേറ്റി കൊണ്ടുപോകുന്നതാണ്. നമുക്ക് തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഭാഷയായിട്ട് നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാറ് പോലും ഇല്ല. തമിഴ് നമ്മുടെ ഒരു ഭാഗമാണ്. ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ വാഴ്വ് തുടങ്ങുമിടം നീതാനേ വാനം മുഴിയുമിടം നീതാനേ കാற்றை போல நீ வந்தாயே சுவாசமாய் நீ நின்றாயே வாழ்விலூரும் உயிரே ஒரு தெய்வம் தந்த பூவே കണ്ണിൽ തേടൽ എന്ന തായേ. നമ്മൾ വാക്കിൽ നല്ല കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ഡയറക്ടറെ കാണുമ്പോൾ, ഞാൻ ഈ ഒരു മേഖലയിലുള്ള ഒരാളല്ല, നമുക്ക് വേറെ ബിസിനസ്സാണ്. അപ്പം നമ്മുടെ അടുത്തൊരു നമ്മുടെ ഈ മാസാനി പിക്ചേഴ്സ് ബാനറിലാണ് വരുന്നത്. അപ്പം മാസാനി പിക്ചേഴ്സിൻ്റെ രാജശേഖർ സാറ് ഡയറക്ടറും കൂടെയാണ് കഥ പറയുന്നത്. അപ്പോൾ ഡയറക്ടർ കഥ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ കണ്ട ആ ഒരു വിഷ്വൽസൊക്കെ അതേപോലെ പുള്ളിക്ക് അത് നമ്മളെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊന്നാമത്തെ നമ്മുടെ നാട്ടിൽ ജല്ലിക്കെട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അതെന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ്ഡ് വടമഞ്ചുകാരത്തിൻ്റെ ബേസ്ഡ് ഒരു കഥ പറഞ്ഞപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മൾ ത്രൂ ഔട്ട് ജേണി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷെഡ്യൂളൊക്കെ അനുസരിച്ച് ഷൂട്ട് തീർക്കാനും പറ്റി.
അതുപോലെ തന്നെ ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും ആക്ച്വലി നമുക്ക് കുറേ നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേര് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈവൻ എഡിറ്റേഴ്സ് ഓഫീസർ അവർക്കൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ, നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ. സ്റ്റിൽ ഹി ഹെൽപ്ഡ് us a lot. എല്ലാവർക്കും നമസ്കാരം. Actually very difficult actually because animals we can't able to plan according to the shots and all. If you ask an animal to run like this, it will run like that. So focusing it and so we have multiple camera setups on that. So it was really difficult for me to handle because sometimes it will make continuity might be the mistakes or we can't able to we won't be planning the crowds over there. First of all, thank you Prasanna Media for coming. എൻ്റെ സെക്കൻഡ് മൂവിയാണിത് തമിഴിൽ. എൻ്റെ ഫസ്റ്റ് മൂവി രജനി ഗ്യാങ്. അത് ഈ വർഷം എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞ വർഷം ഏതാണ്ടൊരു നവംബർ ടൈമിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം വടം ആൻഡ് കമ്മിങ് ടു തിയേറ്റേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇപ്പോൾ ഈ വേദിയിലിരിക്കുമ്പോൾ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ കേന്ദ്രൻ സർ, അതിനോടൊപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസർ രാജശേഖർ അണ്ണ, and of course ഞങ്ങളുടെ co-producers who are present here, Victor and John. അതിനോടൊപ്പം എൻ്റെ co-artist-ആയിട്ട് വർക്ക് ചെയ്ത ഒരുപാടധികം ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. എടുത്തെടുത്ത് പറയാനാണെങ്കിൽ വിമൽ സർ, നട്ടി സർ, സനസ്ക ശ്രീ, സിനി, മുൻസില, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മുനീഷ് കാന്ത് അണ്ണ, ആക്ടർ ബാലസരവണൻ, അങ്ങനെ ഒരുപാട് വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ എല്ലാവരും ഇവിടെ വന്നതിൽ. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ തമിഴ് മൂവിയാണ്. ഞാൻ പുറത്തായിരുന്നു, അറബിക്കിലാണ് ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നിങ്ങളിവിടെ കണ്ട പോലെ തന്നെ അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടോ, പറയാതിരിക്കാൻ വയ്യ. വിക്ടർ ആൻഡ് ജോൺ. അപ്പം ആക്ടിങ്ങും മോഡലിങ്ങും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ടിങ് അറബിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിന് പുറമെ ഇറാനിയൻ, ഇംഗ്ലീഷ് പ്രൊജക്റ്റുകളുടെ ഭാഗമാകാൻ പറ്റി. Because each and every film has its own demands. With Vadam, yes, it's a rural-based film. Of course, I've done rural-based films before, but this film, for the reason, the sport which the film involves, that Vadam Manju Virattu, that's something unique because we have many films based on Jallikattu before, but this particular sport is something unique even to the people of Tamil Nadu. So detailing on this sport and crafting situations and the characters, keeping this as a center point, that was unique to me. So the situations placed before me, of course, there are certain mandate situations like, you know, love romantic songs, love failure songs, and then the hero introduction songs, like